ടോപ്പ് ഹെഡ്ലൈൻസിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ സർക്കാരിനെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉപകരണക്ഷാമം 1 മാസം മുൻപ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചു. അപേക്ഷിച്ചും ഇരന്നും മടുത്തെന്നും ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിനെ തള്ളാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രതിസന്ധി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചതായും മന്ത്രി. ആരോഗ്യവകുപ്പിന് ചികിത്സ വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഡോക്ടർ ഹാരിസിന്റേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലെന്നും VD സതീശൻ. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത്. 2ാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ജനിച്ചയുടൻ അമ്മ അനീഷ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. ആദ്യ കുഞ്ഞിന്റേത് സ്വാഭാവിക മരണമെന്നും മൊഴി. 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥിയെടുത്ത് സൂക്ഷിച്ചിരുന്നതായും വെളിപ്പെടുത്തൽ. കൊലപാതകത്തിൽ പിതാവ് ഭവിനും പങ്കുള്ളതായി പോലീസ്. രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അവർ കൊന്നത് തന്നെയാണ്. 2ാമത്തെ കുട്ടിയെ അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു. ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു. കഴുത്തിൽ പൊക്കിൽ കൂടി ചുറ്റിയിരുന്നു. അപ്പോൾ വയറ്റിൽ വെച്ച് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങൾ. വെളിപ്പെടുത്തലുകൾ അനീഷ ഭവിനുമായി അകലുമെന്ന് തോന്നിയതിന് പിന്നാലെ സംസ്ഥാന DGP നിയമനത്തിൽ നിയമോപദേശം തേടി സർക്കാർ. ഇൻചാർജ് DGP നിയമനം ഉണ്ടാകില്ല. നിയമനം നിയമയുദ്ധത്തിന് വഴിവെക്കുമെന്നും വിലയിരുത്തൽ. നിലവിലെ പട്ടികയിൽ നിന്ന് മാത്രം നിയമനമെന്നും സൂചന. നാളെ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടാകും. സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ 2 പേർ അറസ്റ്റിൽ. സ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ പേർ പ്രതികളെന്ന് സൂചന. കൊലപാതകം മുഖ്യപ്രതിയുടെ പെൺ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചെന്ന കുറ്റസമ്മതം. പ്രതികൾ അന്വേഷണം വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചെന്ന് പോലീസ്. കൊലപാതകത്തിൽ കലാശിച്ചത് നൌഷാദുമായുള്ള പണമിടപാട്. വഴിത്തിരിവായത് ഫോൺ വിളിച്ചപ്പോൾ മകൾക്ക് തോന്നിയ സംശയം. നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചെന്നും DCP. കൊല്ലപ്പെട്ടതിന് ശേഷം ഈ പോലീസിന്റെ അന്വേഷണം ഇവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അതിനാണ് ഇവര് ഈ ഫോണ് ഹേമേന്ദ്രന്റെ ഫോണ് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ഇത് ഓണാക്കി വെക്കുന്നതിന് ശേഷമുള്ള കാര്യമാണ്. അപ്പം അവര് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ഹേമേന്ദ്രൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ചത്. കോഴിക്കോട് നെല്ലിക്കോടിൽ കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞൊരു മരണം. നിർമ്മാണ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തിൽപ്പെട്ട 2 പേരെ രക്ഷപ്പെടുത്തി. നെല്ലിക്കാട് റീഗേറ്റ്സ് കമ്പനിയുടെ ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെയാണ് അപകടം. മണ്ണെടുത്തത് അനധികൃതമായെന്ന് പ്രദേശവാസികൾ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിന്റെ 13 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ട് തുറന്നത് ജലനിരപ്പ് 136.10 അടിയായതോടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനക്കുന്നു. ഹിമാചലിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 17ആയി. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തിൽ 2 മരണം. കാണാതായ 7 പേർക്കായി തിരച്ചിൽ. ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചു. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥി ക്രൂരപീഡനത്തിനിരയായതിൽ നിർണായക തെളിവുകൾ പോലീസിന്. 3 പ്രതികളുടെയും ഫോണിൽ നിന്ന് വീഡിയോ കണ്ടെത്തി. പീഡനം നടന്നത് 3 ഇടങ്ങളിലായെന്ന് CCTV ദൃശ്യങ്ങളും പെൺകുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. അതിജീവിതയ്ക്കെതിരായ പരാമർശത്തിൽ തൃണമൂൽ MLAക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. 3 ദിവസത്തിനകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട പാർട്ടി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അട്ടിമറി സാധ്യത അന്വേഷിക്കാൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. ബ്ലാക്ക് ബോക്സിന്റെ പരിശോധന ഇന്ത്യയിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് വ്യോമയാന മന്ത്രി. സമഗ്ര അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. ദുരന്തത്തിലെ അവസാന മൃതദേഹവും തിരിച്ചറിഞ്ഞ് കൈമാറി. DNA പരിശോധനയും തിരിച്ചറിയൽ പ്രക്രിയയും അവസാനിപ്പിക്കുന്നതായി സിവിൽ ആശുപത്രി. കൊച്ചിയിൽ എടശ്ശേരി ബാറിൽ DJ പാർട്ടിക്കിടെ സംഘർഷം.
സംഘർഷം. യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചു. ആക്രമണം മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ കേസെടുത്തു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത്. പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നതെന്ന് മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. തനിക്കെതിരെ ഏത് അന്വേഷണം വന്നാലും നേരിടുമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. അതേസമയം ഡോക്ടർ സത്യസന്ധനെന്നും